ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നമുക്കൊരു കാർഡ് സെലക്ഷൻ നോക്കാം. നിങ്ങൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇതിലൊരു കാർഡ് സെലക്ട് ചെയ്യുക. ഓക്കെ, പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൻ്റെ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം സാധ്യമാകുമോ? ഓക്കെ, നിങ്ങളൊരു കാർഡ് സെലക്ട് ചെയ്യുക. ഫസ്റ്റ്, സെക്കൻഡ്. ഓക്കെ, നിങ്ങൾ സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് സെലക്ട് ചെയ്ത വ്യക്തികളുടെ ജീവിതത്തിൽ അവർ മനസ്സിൽ ആഗ്രഹിച്ച കാര്യം, ഇവിടെ 10 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. സാധ്യമാകും എന്നുള്ള ഒരു കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത്. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് എസ് എന്നുള്ള കാർഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ജോലി സംബന്ധമായിട്ടാണെങ്കിൽ ഇവിടെ കൂടുതലും പോസിബിലിറ്റി കാണുന്നുണ്ട്. ഇവിടെ റിലേഷനുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ കൂടുതൽ കാണുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം എസ് എന്ന് തന്നെയാണ്. രണ്ട് കാർഡിനും എസ് തന്നെയാണ്. നമുക്ക് പെൻഡുലവുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങളും കൂടി ചോദിക്കാം. ഓക്കെ, ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾ മനസ്സിൽ വിചാരിച്ച കാര്യം സാധ്യമാകുമോ? നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. നിങ്ങൾ മനസ്സിൽ വിചാരിച്ചു കൊണ്ടിരിക്കുക നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന്. നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം സാധ്യമാകുമോ? എസ് എന്നുള്ള സൈഡിലേക്കാണ് പോയിരിക്കുന്നത്. ഓക്കെ, അതിനു മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു കാർഡിലൂടെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം സാധ്യമാകുമെന്ന്. ഓക്കെ, പെൻഡുലവും എസ്സിലേക്കാണ് കാണിക്കുന്നത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം സാധ്യമാകുമോ എന്ന് നോക്കാം. പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സ്, രണ്ടാമതായി കാർഡ് സെലക്ട് ചെയ്തിരിക്കുന്ന വ്യക്തി മനസ്സിൽ ചിന്തിച്ചിരിക്കുന്ന കാര്യം സാധ്യമാകുമോ? പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികളുടെ ജീവിതത്തിൽ അവർ മനസ്സിൽ വിചാരിച്ച കാര്യം സാധ്യമാകുമോ? ഓക്കെ, ഇതൊരു പോസിബിലിറ്റി ആണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, പോസിബിൾ എന്ന് തന്നെയാണ് കാണിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രോങ്ലി നെഗറ്റീവ് അല്ല, സ്ട്രോങ്ലി പോസിറ്റീവും അല്ല, അതിനിടയിലൂടെ സാധ്യതകൾ ആണ് കാണുന്നത്. കൂടുതൽ നിങ്ങൾ എഫേർട്ട് ഇടേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടി താമസിക്കേണ്ട സന്ദർഭം ഇവിടെ കാണുന്നുണ്ട്. കുറച്ചുകൂടി ഒന്ന് വെയിറ്റിംഗ് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ സ്ട്രോങ് എസ് പറയാതിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. ഇത് നിങ്ങൾക്ക് പോസിറ്റീവ് തന്നെയാണ്, എസ് തന്നെയാണ്. പക്ഷെ നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യണം എന്നുള്ള ഒരു എനർജി കൂടി ഇവിടെ പ്രപഞ്ചശക്തി നൽകുന്നു. ഓക്കെ, അപ്പം ഇതുപോലെയുള്ള ചെറിയ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ദയവായി കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ കൂടി രേഖപ്പെടുത്തിയിരുന്നാൽ ഞാൻ അത് ചോദിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.